ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗണ്ട് ഓഡിസ്. ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ക്വിക്ക് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. ഇന്ന് നമ്മളൊരു സിസ്റ്റം ഒരു 7.2 പാക്കേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് സ്പീക്കർ പാക്കേജ് ചെയ്ത് നമുക്ക് ഓർഡർ തന്നേക്കണത് കായംകുളത്ത് നിന്ന് നമ്മുടെ പ്രതീഷ് ബ്രോ ആണ്. അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറാണ്. അപ്പോൾ ഓർഡർ വന്നിട്ട് കുറച്ചായി നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹം എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് അദ്ദേഹം കൊണ്ടുപോകാൻ വരുന്നത്. ആ സമയത്താണ് നമ്മൾ ജസ്റ്റ് പെട്ടെന്നുള്ളൊരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ക്വിക്കായിട്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഇനി ബാക്ക് വെച്ചോ ഇതിൻ്റെ സ്പീക്കേഴ്സ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓപ്പൺ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് റിവ്യൂസ് ഒന്നുമില്ല, നിങ്ങളിലേക്ക് ചുമ്മാ നമ്മുടെ ഒരു വീഡിയോ എത്തിക്കണം എന്നുള്ള രീതി കൊണ്ട് മാത്രം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിത് ചെയ്തിരിക്കുന്ന മൊത്തം ഡൂഗി സൗണ്ട്സിൻ്റെയും സ്വീറ്റൻ്റെയും അതുപോലെ JBLൻ്റെയും ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാമറ റിവേഴ്സിലേക്ക് പോകാം, നമുക്ക് ബാക്കി ഭാഗങ്ങൾ കാണാം. ഫ്രണ്ട്സ്, ഇതാണ് ബോക്സ് പാക്കേജ് വരുന്നത്. ഒരു 7.2 സ്പീക്കർ പാക്കേജാണ്. ഒരു ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് ഡൂഗി സൗണ്ട്സിൽ ഒരു 3-വേ ബോക്സസും സെൻറ്ററിന് വേണ്ടിയിട്ട് സ്വീറ്ററിൻ്റെ ഡ്രൈവും സിൽക്കഡോം ട്യൂട്ടറും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സെൻറ്ററിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് സെൻറ്ററിൻ്റെ ബോക്സ് വരുന്നത്. ഇതാണ് 3-വേ ബോക്സ് വരുന്നത്. ഇതാണ് സറൗണ്ട് ബോക്സ് വരുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പോൾ 3-വേ ബോക്സ്, സറൗണ്ട് ബോക്സ്, സെൻറ്റർ ബോക്സ്, ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ സ്പേസർ ഞാൻ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ നെറ്റ് ഫ്രെയിം തട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഫ്രെയിമിൻ്റെ അത്ര സ്ട്രെങ്ത്ത് പോകണമുണ്ട്. ഇത് എൻഗ്രേവ് ചെയ്ത് അകത്തേക്ക് ഇറക്കി വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടറിയാം, ഇത് എൻഗ്രേവ് ചെയ്ത് അകത്തേക്ക് ഇറക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ട് പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത് ഫ്രണ്ട് മൗണ്ടിങ് ആണ്. ബാക്ക് മൗണ്ടിങ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യകത വരുന്നത്. ഫ്രണ്ട് മൗണ്ടിങ്ങിൽ അതിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം RMS പവർ വരുന്നത് ഈ ഡൂഗി സൗണ്ട്സിൻ്റെ 3-വേ ബോക്സ് 120 വാട്ട്സ് 4 ohms മാക്സിമം RMS പവർ വരുന്നുണ്ട്. അതുപോലെ സെൻട്രൽ സ്പീക്കർ വന്നു കഴിഞ്ഞാൽ 8 ohms 100 wattsലാണ് അതിൻ്റെ RMS പവർ വരുന്നത്. അതുപോലെ തന്നെ സറൗണ്ട് സ്പീക്കേഴ്സിൽ നോക്കിയാൽ 8 ohms 100 wattsലാണ് RMS വരുന്നത്. 6.5 ഇഞ്ച് XBS ഡ്രൈവറാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിൽക്ക് ഡോമിൻ്റെ ഒരു 4 inches സിൽക്ക് ഡോം ട്യൂട്ടറുമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് വോക്കൽ കട്ടാവുന്ന രീതിയിലല്ല നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഡ്രൈവർ SBS ആയതുകൊണ്ട് അതിന് ഒരുപാട് ക്രോസ് ഓവറിങ് കാര്യങ്ങൾ ചെയ്യാത്ത രീതിയിൽ വളരെ സിമ്പിൾ മെത്തേഡിൽ, അത് സറൗണ്ടിൻ്റെ വോക്കൽ കിട്ടുന്ന ഒരു സിമ്പിൾ മെത്തേഡിലാണ് ചെയ്യുന്നത്. ബ്ലാക്ക് ടെക്സ്ചറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുള്ള് ബ്ലാക്ക് ടെക്സ്ചറാണ്. 2 കോട്ട് ടെക്സ്ചറിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇത് 3-4 കോട്ട് ഉപയോഗിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ എസ്റ്റിമേറ്റ് ഇട്ട സമയത്തിന് 12 mm ഷീറ്റിനുള്ള എസ്റ്റിമേറ്റ് ആയിട്ടിരുന്നത്. പക്ഷേ ഞാൻ എല്ലാം 18 mm ഷീറ്റിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 18 mm MDFയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സ്റ്റീരിയർ ഫിനിഷിങ്ങിൽ ഒരുപാട് നമുക്കങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം കൂടി ആയിട്ട് നമുക്കൊരു ബാലൻസ് ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ. അപ്പോൾ വുഡിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ ആ ബോക്സിൻ്റെ റെസൊണൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ സെറ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ JBLയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ JBL 1300 JBL വന്നിരിക്കുന്നത്. 1300ൻ്റെ സബ്വൂഫറാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ 66 ലിറ്ററിൻ്റെ നമ്മുടെ എൻക്ലോഷറാണ് നമ്മളതിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ പൂർണ്ണ ഭാഗങ്ങൾ. പിന്നെ ബാക്കിൽ ബനാന കണക്റ്റേഴ്സും സറൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പുഷ് കണക്റ്റേഴ്സുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോക്സിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 28 inches ഹൈറ്റ് വരുന്നുണ്ട്. ഈ ബോക്സിന് 28 inches ഹൈറ്റും 13 inches ഡെപ്തും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്കെയിൽ ചെയ്ത് കാണിച്ചു തരാം. 13.5 inches ഡെപ്ത് വരുന്നുണ്ട്. അതായത് 13.5 inches ഡെപ്ത് വരുന്നുണ്ട്. 10.5 inches വിഡ്ത്ത് വരുന്നുണ്ട്. ഹൈറ്റ് 28 inches ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ ബോക്സ് നമ്മൾ ചെയ്യുന്നത്. സെൻട്രൽ സ്പീക്കറിൻ്റെ അളവ് ഏകദേശം 22 inches ലെങ്ത്ത്, 22 inches ലെങ്ത്ത് വരുന്നുണ്ട്. 11 inches ഡെപ്ത് വരുന്നുണ്ട്. 9 inches ഹൈറ്റ് വരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ സെൻട്രൽ സ്പീക്കറിൻ്റെ, അതൊരു സീൽഡ് എൻക്ലോഷറാണ്. സെൻറ്ററും സറൗണ്ടും കൊടുത്തിരിക്കുന്നത് സീൽഡ് എൻക്ലോഷറിലാണ്, പോർട്ടഡ് എൻക്ലോഷറിൽ. സറൗണ്ട് സ്പീക്കറിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 13.5 ഹൈറ്റ് വരുന്നുണ്ട്. 9 inches വിഡ്ത്ത് വരുന്നുണ്ട്. ബോട്ടം ഡെപ്ത് വരുന്നത് 8 inches, ടോപ്പ് ഡെപ്ത് വരുന്നത് 5.5 inches.
അങ്ങനെയാണ് ഇതിൻ്റെ ഏകദേശം ഡയമെൻഷൻസ് കാര്യങ്ങൾ വരുന്നത്. സബ് ഓഫർ ഇത് നമ്മൾ സാധാരണ നോർമലി ചെയ്യണത് 18 ഇഞ്ചസിൽ 20 ഇഞ്ചസിലാണ് നമ്മുടെ ഹൈറ്റ് വരുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് 18 ഇഞ്ചസിലാണ്. 18 ഇഞ്ചസിലാണ് ഇതിൻ്റെ വർക്ക് നമ്മൾ തീർത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിൻ്റെ സംഭവങ്ങളെല്ലാം കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പീക്കർ പാക്കേജസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഫിനിഷിംഗ് അനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം മാറ്റമുണ്ട്. ഒരുപാട് വിനയിലൊക്കെ ഒഴിച്ച് ഒരുപാട് ഫിനിഷ് ചെയ്യണമെങ്കിൽ അതുപോലെ പ്രൈസിങ്ങും കാര്യങ്ങളിലൊക്കെ മാറ്റം. കാരണം ഒരുപാട് വർക്ക് വരും, ലേബർ ടൈം കൂടുതൽ വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ കഴിവതും എല്ലാവരും 18mm MDF തന്നെ ബോക്സുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു എൻക്ലോഷർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ സറൗണ്ട് സ്പീക്കറിൻ്റെ ഏകദേശം ഒരു 1500 to 2000 അടുത്ത് നമ്മൾ നല്ല ഫിനിഷ്ഡ് ബോക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കോസ്റ്റ് വരും. അത് തന്നെ നമുക്കൊരു 500, 700, 800 ലെവലിലൊക്കെ നമുക്ക് റെഡിമെയ്ഡ് പെട്ടി മേടിക്കാൻ കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വാളിറ്റി ഉള്ള വുഡല്ല, വളരെ ചീപ്പായിട്ടുള്ള വുഡാണ്. അപ്പോൾ അതിൻ്റേതായ കാലപ്പഴക്കങ്ങൾ കാര്യങ്ങളൊക്കെ അതിന് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ചിലപ്പോൾ വീഡിയോയിലൊക്കെ ഉണ്ടാക്കാം. എല്ലാവരും സഹകരിക്കുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ. ആവശ്യമുള്ളവർ വാട്സപ്പ്, ഞാൻ ഒരു കാര്യം പറയട്ടെ ഫ്രണ്ട്സ്, എൻ്റെ വാട്സാപ്പ് ഫോണൊന്ന് റീസ്റ്റോറായി എൻ്റെ ഫോണിൽ കിടന്ന കോൺടാക്ട്സ് കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് പറയുകയാണ്. അപ്പോൾ ആളുകൾ ദയവ് ചെയ്ത് എനിക്ക് ഓർഡർ തന്നിരിക്കുന്ന ആളുകൾ ഒന്നുകൂടി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും എൻക്വയറി ചെയ്തിരുന്ന സുഹൃത്തുക്കൾ എല്ലാവരും ഒന്നും കൂടി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്നുകൂടി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. ഒരു അഭ്യർത്ഥനയാണ്, നമ്പർ കാര്യങ്ങളെല്ലാം പോയതുകൊണ്ടാണ്. സോറി, അതിന് എൻ്റെ ഭാഗത്തു നിന്നൊന്നും മിസ്റ്റേക്കാണ്. ഞാനിപ്പോൾ ബിസിനസ് വാട്സാപ്പ് ആക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫോട്ടോസ് ചോദിക്കണോണ്ട് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. പ്രൈസോ കാര്യങ്ങളോ ഒന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ മോഡൽ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ സഹിച്ചതിന് എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.